ഹലോ, നിന്നോട് പൊന്നെ മാന്തല്ലേ. അങ്ങനെ ഹലോ പറ, ഹലോ പറ. ദേ ടോമി വാ. നേരത്തെ കയറല്ലേ. ഹലോ, നമസ്കാരം. ഞാൻ ബിൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ടോമിക്കുട്ടൻ. ടാഷ വാ. ഇതാണ് ടാഷ. അപ്പൊ ദേ ഇന്നിപ്പോ വീട്ടില് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. പിള്ളേര് സ്കൂൾ വിട്ട് വരുമ്പോ കേക്ക് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയാലോ? വായോ. അപ്പൊ ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ആൽമണ്ട് കോക്കനട്ട് കേക്കാണ്. ഇതിനകത്ത് മൈദയൊന്നും ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്ലൂട്ടൻ ഫ്രീ റെസിപ്പി കൂടിയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ റെഡിയാണ്. വായോ, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെയായിട്ട് നമുക്ക് ഓവൻ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്യാം. അതിന് നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 150 ഗ്രാം ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മൈക്രോവേവിൽ വെച്ച് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഈ കേക്കിലേക്ക് ഞാൻ 4 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. 4 മുട്ട നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ച് ഒഴിക്കാം. ഞാൻ വൈറ്റും യെല്ലോയും സെപ്പറേറ്റ് ചെയ്യുന്നില്ല, എല്ലാം കൂടി ഒന്നിച്ചാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1/4 കപ്പ് ഷുഗർ ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നത്. വൈറ്റ് ഷുഗർ ആയാലും ഒരു കുഴപ്പമില്ല. നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ 150 ഗ്രാം ബട്ടർ ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ഹൈ സ്പീഡിൽ ഒരു 2 മിനിറ്റ് ആ പഞ്ചസാരയും മുട്ടയും ബട്ടറും എല്ലാം കൂടി ഒന്ന് കൂടി ചേർന്ന വരെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യും. ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ആൽമണ്ട് മീലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആൽമണ്ട് മീലായിട്ട് മേടിക്കാൻ കിട്ടും, അതല്ലെങ്കിൽ നമുക്ക് ആൽമണ്ട്സ് പൊടിച്ചെടുക്കാം. അതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ലെമണിൻ്റെ സെസ്റ്റ് നമുക്ക് എടുക്കാം. വൈറ്റ് ഭാഗം ഒന്നും വരാതെ യെല്ലോ മാത്രം നമുക്ക് സെസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സാധാരണ കേക്ക് മിക്സ് നമ്മൾ അരിപ്പേക്കൂടെ 2-3 തവണ അരിച്ചെടുക്കും, എന്നാലാണ് ആ ബേക്കിംഗ് പൗഡർ എല്ലായിടത്തും ഒരേപോലെ എത്തുള്ളൂ. പക്ഷേ ഇതിപ്പോൾ ആൽമണ്ട് ഫ്ലവറും കോക്കനട്ട് ഒക്കെ ഉള്ളത് കൊണ്ട് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നന്നായിട്ട് ഇളക്കി നമ്മളത് യോജിപ്പിക്കുക. ഇനി ഇത് നമുക്ക് നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെറ്റ് ഇൻഗ്രീഡിയൻസിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സ്പാച്ചിൽ വെച്ച് പയ്യെ നമുക്ക് ഫോൾഡ് ചെയ്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബാറ്റർ നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 18 ഇഞ്ചിൻ്റെ റൗണ്ട് കേക്ക് ടിന്നാണ് ബട്ടർ പേപ്പർ വെച്ച് ലൈനിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി കേക്കിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ ആൽമണ്ട് ഫ്ലേക്സ് വാങ്ങിയിട്ടുണ്ട്. ഇത് വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ആൽമണ്ട്സ് കത്തി വെച്ചിട്ട് തന്നെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റും. അത് അതിൻ്റെ മുകളിൽ മുറിച്ച് ഇട്ട് കൊടുത്താലും മതി. ഞാൻ നല്ല തിക്കായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്. പിന്നെ നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ ഈ ഫ്ലേക്സ് കൂടെ കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ ബാറ്റർ റെഡിയാണ്. 1-2 ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 35 to 40 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും. പിന്നെ ഓരോരുത്തർക്കുടെ ബേക്കിംഗ് ഓവൻ അനുസരിച്ച് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു സ്ക്യൂർ വെച്ച് ഇതുപോലെ കുത്തി നോക്കുക. ക്ലീനായിട്ട് സ്ക്യൂർ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് റെഡിയാണ്. നമുക്കൊന്ന് തണുത്തതിന് ശേഷം ടിന്നിൽ നിന്നും മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ആൽമണ്ട് ലെമൺ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് പ്ലേറ്റ് ചെയ്യാം.
നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മൈദ വെച്ചിട്ടുള്ള കേക്കിനേക്കാളും ഒരു ഡബിൾ ടേസ്റ്റാണ് ഈ കേക്കിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ആരെങ്കിലും എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ബൈ.